So next we can see what are the differences between management accounting and financial accounting. So these two forms of accounting are two branches of accounting and they are interrelated. So there are certain point of differences between these two. So the basic differences are: first, the purpose of financial accounting is to ascertain profit or loss and financial position and present them to owners, creditors and government etc. അതായത് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അത് ആർക്ക് പ്രസൻറ്റ് ചെയ്യുക, ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് പ്രസൻറ്റ് ചെയ്തതോട് കൂടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ് കഴിഞ്ഞു. On the other hand, management accounting, the purpose of management accounting is to provide information to management for decision making. അവിടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കലല്ല, എന്താ ചെയ്യുന്നത്, presentation of information or provide information to the management for decision making. Then in financial accounting, it records historical data relating to past, that is cost already incurred is recorded in the financial accounting. On the other hand, in management accounting, it is concerned with future plans and operations. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫ്യൂച്ചർ പ്ലാൻസും ഓപ്പറേഷൻസ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യുന്നു. Then financial accounting is compulsory for all types of business organizations. All types of business organization in the sense ആർക്കൊക്കെയാണോ ഈ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറിയേണ്ടത് വെച്ചാൽ അവർക്കൊക്കെ വേണം. Then on the other hand, management accounting is not compulsory, it is optional. Then financial accounting lays more emphasis on accuracy. On the other hand, management accounting lays more emphasis on ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് റിപ്പോർട്ടിംഗ്. അവിടെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആക്യുറസിക്കാണ് ഇമ്പോർട്ടൻസ്, ഇത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണം ഡാറ്റ എന്നുള്ളതാണ്. മറ്റിടത്തിൽ എന്താണ്, ഈ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് പ്രോംപ്റ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളത്, അതിനാണ് എംഫസൈസ് കൊടുക്കുന്നത്. ദെൻ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ബേസ്ഡ് ഓൺ ഗ്യാപ്പ്. ഓർക്കുന്നുണ്ടല്ലോ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ്. But management accounting is not based on any rigid principles, but it is based on internal requirements of the management. മാനേജ്മെൻറ്റിൻ്റെ പേർപ്പസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. Then financial accounting is prepared for a particular period. Usually it is for 12 months, അറിയാലോ. Then there is no specific period for which management accounts are prepared. അവിടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ 5 കൊല്ലത്തെ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം ഡിസിഷൻസ് എടുക്കുന്നത്, മേ ബി 10 years. അപ്പം അവിടെയാണ് നോ സ്പെസിഫിക് പീരിയഡ് ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹാസ് ലിമിറ്റഡ് സ്കോപ്പ്. നേരെ മറിച്ചിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹാസ് വൈഡ് സ്കോപ്പ്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത ആ ഒരു വർഷം മാത്രമേ ഉള്ളൂ അതവിടെ. ഓൺ ദ അതർ ഹാൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ 5-6 വർഷത്തെ ഒരുമിച്ചെടുത്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വന്ന് ഡിസിഷൻസ് എടുക്കുകയാണ്. ഇറ്റ് ഹാസ് വൈഡർ സ്കോപ്പ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർക്കാണ് വേണ്ടത്, എക്സ്റ്റേണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഓൺ ദ അതർ ഹാൻഡ് ഇൻറ്റേർണൽ പാർട്ടീസ് ആർ ദ യൂസേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇൻറ്റേർണൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ്. ദെൻ ഓഡിറ്റേഴ്സ് മോർ ഓർ ലെസ് കമ്പൽസറി ഫോർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. നേരെ മറിച്ചിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ യൂഷ്വലി ദർ ഇസ് നോ ഓഡിറ്റ് ഫോർ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് on the principle of cost or market price, whichever is less. No such principle is followed for the valuation of stock. Then report focuses on the whole business and managerial reports provides information relating to different parts of the business. Okay, so these are the main differences between financial accounting and management accounting. Next we can see what are the differences between management accounting and cost accounting. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേർപ്പസ് യു ഹാവ് ഓൾറെഡി കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അതിൻ്റെ പേർപ്പസ് എന്താണ്, ടു അസർട്ടൈൻ ആൻഡ് കൺട്രോൾ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസസ്. ദാറ്റ് ഈസ് ദ പേർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓൺ ദി അതർ ഹാൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഡിഫറൻസ് എന്താ, ദ പേർപ്പസ് ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. Then in cost accounting, it includes only cost ascertainment and control.
Then in financial accounting includes cost accounting, budgeting, tax planning, and reporting to management. Then cost accounting uses only quantitative information, but management accounting uses both qualitative and quantitative information. And cost accounting deals with cost. On the other hand, management accounting deals with both cost and revenue. Then cost accounting is based on historical as well as current data. Management accounting is concerned with transactions relating to future. Then കോസ്റ്റ് അക്കൗണ്ടിങ് പ്രീസീഡ്സ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് വരുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡാറ്റയാണ് എന്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിസീഡ്സ് management accounting. On the other hand, management accounting starts where cost accounting ends. Okay.